നമസ്കാരം. റഷ്യയെക്കുറിച്ചും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെക്കുറിച്ചുമൊക്കെ തന്നെ നിരവധി അഭ്യൂഹങ്ങളും ദുരൂഹതകളുമാണ് എപ്പോഴും നിലനിൽക്കുന്നത്. എല്ലാവരും എപ്പോഴും സംശയത്തോടു കൂടി തന്നെയാണ് പുടിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും നോക്കിക്കാണുന്നതുമൊക്കെ തന്നെ. കാരണം ഇവരുടെ കൈവശമുള്ള ആയുധങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴും ശരിക്കും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ആണവായുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കാൻ റഷ്യ പദ്ധതിയിടുന്നതായി നേരത്തെയൊക്കെ തന്നെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. പുടിൻ്റെ കൈവശമുള്ള ഒരു ബട്ടൺ ഒന്ന് അമർത്തിയാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതും തകർന്ന് തരിപ്പണമാകും എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നേരത്തെ റഷ്യ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അവരുടെ പോസ്റ്റ്ഡോൺ എന്ന ഏറ്റവും പുതിയ ഒരു ടോർപിഡോയെക്കുറിച്ചാണ് ഈ വാർത്ത. ചെറിയൊരു അന്തർവാഹിനി വലിപ്പമുള്ള ഈ ആയുധം ഉപയോഗിച്ച് കടലിനടിയിൽ സ്ഫോടനം നടത്തിയാൽ വലിയ തോതിലുള്ള സുനാമി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടൻ ഒരു രാജ്യം തന്നെ ഇല്ലാതായി പോകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, കടൽ ജലം മുഴുവൻ തന്നെ ആണവ വികിരണം ഉണ്ടാകുമെന്നും പിന്നീട് പതിറ്റാണ്ടുകളോളം അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ രക്ഷപ്പെട്ടാൽ പോലും അവർ ദുരിതമനുഭവിക്കേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആയുധം പുറത്തിറക്കിയതായി ഈയിടെ പുടിൻ തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു ആയുധം ലോകത്ത് ആരുടെയും കൈവശമില്ല എന്നും ഇതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയുകയില്ല എന്നുമാണ്. പുടിൻ്റെ പല സഹപ്രവർത്തകരും ഇക്കാര്യത്തിൽ അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ കൈവശമുള്ള ഈ ആയുധങ്ങളെക്കുറിച്ച് റഷ്യയുടെ മുൻ ഭരണാധികാരികളുമൊക്കെ തന്നെ ഇപ്പോഴും വീമ്പടിക്കുന്നുമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, 1962 ശേഷം പല പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന പരസ്പരം ആക്രമിക്കാതിരിക്കാനുള്ള ധാരണകളും മറ്റുമൊക്കെ തന്നെ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ഇവർ തമ്മിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചർച്ച പോലും നടത്താറില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ അപകടകരമായ ഒരു അവസ്ഥയായി മാറാൻ സാധ്യതയുള്ളത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും യുക്രൈനുമായി യുദ്ധത്തിലാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലപാട് പലപ്പോഴും റഷ്യ ചൊടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ചർച്ച നടത്തിയിട്ട് പോലും പുടിൻ വഴങ്ങിയിട്ടില്ല. മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളും നേരത്തെ യുക്രൈന് ആയുധങ്ങൾ നൽകിയതും പുടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള മാരകമായ ആയുധങ്ങൾ തൻ്റെ കൈവശമുണ്ട് എന്ന് ഇപ്പോഴും പുടിൻ അവകാശപ്പെടുന്നത്. ഏതായാലും ഈ പോസ്റ്റ്ഡോൺ പോലെയുള്ള ഈ ആയുധങ്ങൾ റഷ്യ പ്രയോഗിക്കുകയാണെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പറയപ്പെടുന്നത്. വലിയ തോതിലുള്ള ദുരന്തം തന്നെയായിരിക്കും പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഏറ്റുവാങ്ങുക. കൂടാതെ ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങൾ വഴിയും ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ റഷ്യ പദ്ധതിയിടുന്നുവെന്നും ഇവരുടെ ബഹിരാകാശത്തുള്ള പല ഉപഗ്രഹങ്ങളും ആയുധങ്ങൾ നിറച്ചതാണെന്നും ആണവായുധങ്ങൾ നിറച്ച ഉപഗ്രഹങ്ങൾ പോലും ഇവർ മുകളിൽ നിർത്തിയിട്ടുണ്ട്, ബഹിരാകാശത്ത് നിർത്തിയിട്ടുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഏറെ ഭീതിയോടുകൂടിയാണ് ഇപ്പോൾ റഷ്യയും പ്രത്യേകിച്ച് പുടിനെയൊക്കെ തന്നെ നോക്കിക്കാണുന്നത്. കാരണം പുടിൻ്റെ ഒരു സ്വഭാവ സവിശേഷത വെച്ച് വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് എന്നാണ് പൊതുവെ പടിഞ്ഞാറൻ മാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുമുള്ളത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം റഷ്യ നടത്തുകയാണെങ്കിൽ അത് ഒരു സർവനാശത്തിലേക്ക്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ സർവനാശത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ പോസ്റ്റ്ഡോൺ പോലെയുള്ള ഈ ടോർപിഡോകൾക്ക് കടലിനടിയിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അതിന് AI സാങ്കേതിക സംവിധാനമാണ് റഷ്യ ഉപയോഗിച്ചിട്ടുള്ളത്. റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാരെ നിരന്തരമായി പുടിൻ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുകയും അവരെ നിർബന്ധിപ്പിച്ച് അതിഭീകരമായ മാരകായുധങ്ങൾ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെയും പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ഭീഷണി ഉയരുന്നത്.